വാസുദേവായ. നല്ല വാസനയുണ്ട്, നല്ല തണുപ്പുണ്ട്. ഈ എണ്ണ ആരാ കാച്ചിയത് ഭാനുമതി? ഞാനാ. എന്താ പറഞ്ഞിട്ട്? ഇതിലെന്ത് സൂത്രമാ നീ കലക്കിയത്? ഇത്തിരി നെല്ലിക്ക കലക്കി. ഈ വീട്ടിലെ തന്തയ്ക്കും പിള്ളേർക്കും ഒക്കെ പ്രാന്ത. ഇത്തിരി തണുക്കുന്നെങ്കിൽ തണുക്കട്ടെ എന്ന് വിചാരിച്ചു. ഞാൻ ഒരുത്തി ഒറ്റയ്ക്ക് വീട്ടിനകത്ത് കിടന്ന് ചക്രശ്വാസം വലിക്കുക. നേരാമണ്ണം ഒരു ജോലിക്കാരിയെ കൊണ്ട് തരാനോ അല്ലെങ്കിൽ ഒരു കല്യാണം കഴിച്ച ഒരു പെണ്ണിനെ കൊണ്ട് തരാനോ ഇതിനകത്തുള്ള ഒറ്റ ആണുങ്ങൾക്ക് ചിന്തയേ ഇല്ല. അപ്പൊ കല്യാണിയും പോയോ? കല്യാണി അവയിൽ നരച്ചപ്പോ മുള കൂടിയെന്നും പറഞ്ഞ് അപ്പൊ തന്നെ പറഞ്ഞു വിട്ടില്ലേ? ആ മുതലാളി തിരക്കി അപ്പുറത്തൊരാൾ വന്നിരിക്കുന്നു. ആരാണെന്ന് വെച്ചു അഹങ്കാരി പേര് പറയുന്നില്ല. മുതലാളിയെ തന്നെ കാണണമെന്ന്. തലയ്ക്ക് നെല്ലിക്ക വെച്ചിരിക്കുമ്പോഴാ ഓരോരുത്തന്റെ എഴുന്നള്ളത്ത്. എന്ത് വേഷമാടു? പുരുഷവേഷോ? ധൈര്യമായിട്ട്. ആരെയാ കാണേണ്ടത്? താനെന്നാ ത്രിവിക്രമൻ മുതലാളി വിളിക്ക്, എനിക്കിത്തിരി ധൃതിയുണ്ട്. എന്നാ ഒട്ടും ധൃതി കുറയ്ക്കണ്ട, ഞാൻ തന്നെയാ അവതാരം. അബദ്ധാവുന്ന ഞാൻ ഭയന്നത്, പക്ഷെ അബദ്ധായില്ല. എണ്ണപ്പന കൃഷിക്ക് കേന്ദ്ര ഗവൺമെന്റിന്റെ ലോണിന് വേണ്ടി മുതലാളി അപേക്ഷിച്ചിരുന്നു. അത് തിരക്കാൻ വന്ന ഉദ്യോഗസ്ഥനായാണ്. എണ്ണപ്പന ഇല്ലേലും കുഴപ്പമില്ല, എനിക്ക് അടുക്കള പണിക്കൊരാളെ വേണം. അതൊന്ന് കേന്ദ്ര സർക്കാർ ശരിയാക്കി തരുമോ? ശാസ്താവിനുള്ള വഴിപാടാ. ക്ഷേത്രം കുടുംബവയായോണ്ട് വെടിക്ക് നല്ല ശബ്ദമാ അല്ലയോ? ഈ വീട്ടിൽ അങ്ങനെയാ മനേരെ, ഒന്നിനും മായമില്ല. മക്കളുടെ കാര്യമൊക്കെ എങ്ങനെയാ? അതും ഈ വെടിമാതിരി തന്നെയാ, അശേഷം മായമില്ല. 3 ആണ്. മൂത്തവൻ ജയകൃഷ്ണൻ, അവനും എന്നെ പോലെ തന്നെ നന്നായിട്ട് അധ്വാനിക്കും. കൃഷിയെന്ന് പറഞ്ഞ അവന് സ്വന്തം ഹൃദയമിടിപ്പ് പോലെ. വിവാഹം കഴിഞ്ഞിട്ടില്ല, വയസ്സ് 42 കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ. ഇനിയും സമയമുണ്ടല്ലോ. പോത്തെ യശോദ എന്താ ഈ വഴിക്ക്? ഈ വഴിക്ക് വന്നാ ജയകൃഷ്ണൻ ചേട്ടനെ കാണാന്ന് മനസ്സിൽ നിന്ന് ആരാണ്ട് പറഞ്ഞു. അതാരാടി നിന്റെ മനസ്സിലൊരു ബ്രോക്കർ? നീ എന്നോട് മാത്രമല്ല എന്റെ അനിയൻ ഗോപീകൃഷ്ണന്റെ പിന്നാലെ ശൃംഗരിക്കുന്നുണ്ടെന്ന് ഞാൻ അറിഞ്ഞു. ആ പറഞ്ഞത് രണ്ടാമൻ ഗോപീകൃഷ്ണൻ. ഒരു കതിന പൊട്ടുന്ന പോലാടൂ അവൻ ജനിച്ചത്. എന്റെ തനി രൂപം. വയസ്സ് 40 കഴിഞ്ഞു. തറവാടിന് ചേർന്ന് ഒരു ആലോചന വരാത്തതുകൊണ്ട് കല്യാണമായില്ല. അത് നന്നായെന്നാ അവനും പറയുന്നേ. കല്യാണം കഴിഞ്ഞാ പിന്നെ കൃഷിയിലുള്ള ശ്രദ്ധ കുറയും. ഗോപിച്ചേട്ടാ, എന്താണ് നോക്കുന്നേ? ശബ്ദം കേട്ടപ്പോ ഞാൻ കരുതി ഏതോ ഒറ്റക്കൊമ്പനാണ്. അപ്പോ മൂന്നാമത്തെ പേരെന്താ? ഇവരെ പോലെ തന്നെ അയാൾക്കും കൃഷിയാ? ആ വെടിപൊട്ടുന്നത് ഹരിക്കുഞ്ഞിന് വേണ്ടിയാ. ഭഗവാനെ രക്ഷിക്കണേ. ഈ പടക്കത്തിന്റെ ശബ്ദത്തെക്കാൾ വേഗത്തിൽ എന്റെ ജീവിതത്തിൽ വച്ചടി കയറ്റം ഉണ്ടാവണേ. രക്ഷിക്കണേ. ഇത് ഏത് കമ്പനിക്കുള്ള അപേക്ഷയാ സാറേ? ഒരു മുസ്ലിമിന്റെ കമ്പനിയാ തിരുമേനി. സത്യം പറഞ്ഞ ഒരു മുല്ലാക്കയെ കൊണ്ട് ഓദിച്ചു വേണത് അയക്കാൻ. ആ കിട്ടിയാ കിട്ടി. സാറിന് ജോലി കിട്ടിയാച്ചാൽ എന്റെ മോന്റെ ജോലി കൂടി ശരിയാക്കി തരണം. അവൻ SSLC 4 തവണ തോറ്റവനാണെങ്കിലും ആള് ബഹുമെടുക്കനാ. സാറിന്റെ കാര്യം ഞാൻ ഭഗവാനോട് പ്രത്യേകം പറഞ്ഞേക്കാം.